ഹലോ വാട്സപ്പ് ഗൈസ്, മീനേഷ് മച്ചാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ബാച്ചിലെ ഒരു ഫ്രണ്ടിന്റെ വീട് കാച്ചൽ പരിപാടിയാണ്. അപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകാനുള്ള പരിപാടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അവരൊക്കെ അവരങ്ങോട്ട് പോകുന്ന എങ്ങനെ വെച്ചാല് ഒരു ഫ്രണ്ടിനെ ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നേരിട്ട് പോകും. ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് വരും എന്ന് വിചാരിക്കാം. അപ്പോ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോ പോയേക്കാം. അനുഷ വിളിക്കാത്ത ഒരു അതിഥി എത്തിയിട്ടുണ്ട് ഇവിടെ. നമ്മള് ഇപ്പോ മനസ്സിന്റെ വീടിന്റെ അവിടെ എത്തി. ഇനി ഇതേനെ വെയിറ്റ് ചെയ്യാണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യ്. ഹലോ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. പേര് പറ. പേര് സംഗീത്. നമ്മളെങ്ങനെയായിട്ട് കണക്ഷൻ, അനുശ്രീനായിട്ടൊക്കെ ഇങ്ങനെ കണക്ഷൻ എന്നൊക്കെ പറ. അനുശ്രീ എന്റെ ഒപ്പം പഠിച്ചതാണ്. ഉസ്മാന്റെ ഫ്രണ്ടാണ്. ഉസ്മാന്റെ ഫ്രണ്ട് പറഞ്ഞാൽ ഇന്ത്യ ഫ്രണ്ടാണ്. നമ്മള് ജയാൻ അവിടെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. പ്രോ ഡ്രൈവർ സംഗീത്. എങ്ങനെ നമ്മുടെ അടുത്ത വിളിക്കാത്ത അതിഥി എത്തിയിട്ടുണ്ട്. ചെസ് നമ്പർ 2 വിളിക്കാത്ത അതിഥി. ഇനി അറിയണ്ടോ വരാത്ത വിളിക്കാതെ ആരെങ്കിലും? എന്താണ് നമ്മളെ പ്രോഗ്രാം ഒഴിവാക്കിയിട്ടാണെങ്കിൽ ഇതിനൊക്കെ നല്ല സുഹൃത്ത് ബന്ധം നിലനിർത്താൻ. അതെ. അപ്പൊ സയാനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിയാണ്. അതെ, ഇത് അവിടെ ഗ്രാൻഡ് ഇനാഗ്രേഷൻ ഉണ്ട് ചെങ്കൊട്ടി. അത് ഫുള്ളാക്കാതെ ഞങ്ങൾ പോകുന്നത്. സത്യം ചോദിച്ചു ഇടയ്ക്ക് സ്വന്തം പരിപാടി ഉണ്ടായിട്ടും സ്വന്തം അമ്മോന്റെ കുടിരിക്കലുണ്ടായിട്ട്, അല്ല സോറി, ഇനാഗുറേഷൻ ഉണ്ടായിട്ട് അത് മാറ്റി വെച്ചിട്ട് സുഹൃത്ത് ബന്ധത്തിന് അത്രയും ഇത് കൊടുക്കണ ആളാണ്. അതെ, വിളിക്കാത്ത പരിപാടിക്ക് അതിനു വേണ്ടി വന്നിരിക്കുകയാണ്. ഈ അനുസരിച്ചുള്ള ഒരു ബന്ധം കണ്ടുകൊണ്ട് ഓടി. അല്ലേ, അനുസരിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് പരിപാടി ഉണ്ട്. നമ്മള് നേരെ ടൗൺ സ്കോർ പോകും. എന്നിട്ട് നമ്മള് തിരക്കിലെടുത്ത് പോയി ഇത് അപ്പൊ നമ്മള് ഇപ്പൊ അനുസിന്റെ വീടിന്റെ അവിടെ എത്തി. നമ്മള് കയറാൻ പോവാണ്. നമ്മളങ്ങനെ പരിപാടിയുടെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. നേരെ കാണുന്നതാണ് കേട്ടോ അനുശ്രീ. വീട് വയറലാവും. ഇതാണ് അനുശ്രീ, നമ്മളെ ബാച്ച്മേറ്റ്. അവിടെ കുടിരിക്കലാണ്. ഇനി കാണിച്ചു കൊടുക്കും. വെള്ളം കൊണ്ടുവന്നു ഒരു വലിയൊരു വ്ളോഗർ ആവണം. ഇതാണ് മെയിൻ ആള്. അനുശ്രീ പറ. മൈക്ക് നിങ്ങളെ ഞാൻ പറയൂ. എന്താണ് പറയാനുള്ളത്? ഇന്നെന്താ നമ്മളെ പരിപാടി? ആദ്യം ഇതോടെ ഫഹ്മാന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഫഹ്മ, ഈ എവിടുന്ന് വരുന്നേ? അതൊക്കെ പറ. ഞാൻ കോഴിക്കോടാ വരുന്നത്. ഈ അനുശ്രീയുടെ വീട് നമുക്ക് കാണിച്ചു കൊടുക്കാലോ. ഫുഡ് കഴിച്ചിട്ട് നമ്മള് നേരെ വീട് കാണിക്കും. അതന്നെ. പിന്നെ അനുശ്രീയുടെ ഡ്രസ് കാണിച്ച ഇനി അടുത്ത സംഗീത് പറയും. സംഗീതം എന്താ പറയുള്ളത്? മനോഹരമായ വീഡിയോ ഇപ്പൊ അടുത്തൊന്നും കണ്ടിട്ടില്ല. അടിപൊളി. വന്നപ്പോ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? എല്ലാരും വന്ന് തംസ് അപ്പ് കാണിക്കും. പറ.
ഇന്നത്തെ പരിപാടിന്റെ മെയിൻ ആളോട് ചോദിക്കാം. അനുശ്രീ എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് ഇവിടെ വന്നപ്പോ തന്നെ അടിപൊളി. പിന്നീട് ഒന്നും പറയാം. ഫുഡ് നല്ല ഫുഡാണെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. നമുക്ക് നോക്കാം. അപ്പൊ അനുശ്രീ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഇത് ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടോ? ഒന്നാമത്തെ നല്ലൊരു മുന്നേ ക്ലാസ്സിലെ എന്താ അഭിപ്രായം? ഏതൊരു സ്ഥലം ഇവിടെ? ഈ ആയുർവേദ ഹോസ്പിറ്റലിന്റെ നിലമ്പൂരിന്റെ സൂപ്പർ സ്റ്റാർ. അത് പോരാ, ബാക്കി അന്റെ ഉറ്റ സുഹൃത്തിന്റെ വീടിനെ പറ്റി എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നലെ അടിപൊളിയാണ്. നിങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്നലത്തെ സ്റ്റേ? എവിടുന്ന്? നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഫഹമൊക്കെ ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. നമുക്ക് വന്നപ്പോ തന്നെ ഫഹമിനോടൊരു ചാട്ടുണ്ട്. ഫുള്ളൊരു മൂഡില്ലാതെ നിരാശയായിട്ട്. എന്താ വിഷയം? ഇപ്പൊ കുറച്ച് ചിരിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ജയന്തു ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ആക്കുക. ഫഹ്മന്റെ ഫാൻസ് എന്നാ പറഞ്ഞേ. ഇൻസ്റ്റ ഐഡി കൊടുക്കണ്ടോ താഴത്ത്? കല്യാണം ആവശ്യമുണ്ട്. ഫുഡ് എത്തി ഗൈസ്. ആ ഒരു സ്നേഹം നോക്കൂ ഗൈസ്. എനിക്ക് ആദ്യം ഇട്ടതിന് പകരം ഇപ്പൊ വേറെ സ്നേഹിതൻ. നമ്മള് ബെനിഫിഷ്യൽ ആണ്. ഇതൊക്കെ എന്താടാ? നല്ല വലിയ പീസ് എടുക്കുക. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ അനുശ്രീയുടെ പുതിയ വീട്. ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞു, തിരക്കൊക്കെ കഴിഞ്ഞുള്ള വ്യൂ ആണ്. ബാക്ക് വാഷൊക്കെ ഉണ്ട്. നമ്മളിപ്പം കൂടുതൽ സമയമല്ല ഇവിടെ, അതുകൊണ്ട് പോവാണ് കേട്ടോ. സംഗീതം പോലാ ഗൈസ്. ഇതാട്ടോ നമ്മളെ അനുശ്രീയുടെ റൂം. അനുശ്രീ ഫഹ്മാണ് കേട്ടോ തളങ്ങള്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ അനുശ്രീന്റെ ഓരോ റൂമിലും കാണാൻ പോവാണ്. ഇതാണോ അനുശ്രീന്റെ റൂം? ഇതാണോ അനുശ്രീയുടെ റൂം? ഇതാണോ? ഇത് റൂമാണ്, കുഴപ്പമില്ല. വേണ്ടതാ. ഇത് വേറെ റൂം. ഇതെന്താ?
എന്താ നല്ല വീട്. ഒന്ന് മാറ്റി പൊടിയിടായിരുന്നു. അനുശ്രീയുടെ റൂം അത്യാവശ്യം. അനുശ്രീന്റെ റൂം ഏതാ? ഇതാണോ? അനുശ്രീയുടെ റൂം ഞാൻ അനുശ്രീയുടെ റൂം കാണിച്ചു തരാം. പിന്നെ കുടിച്ച വെള്ളം നല്ല ജോലിയാണ്. അടിപൊളി ഒന്നും പറയാം. ഇതാണ് ഗൈസ് അനുശ്രീന്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഫർമേന്റെ ഫുൾ കോസ്റ്റ്യൂം. ഔട്ട്ഫിറ്റ് വേർത്ത് ഓക്കെ 1600 ഈ ഫ്രോക്കിനോ? ഇത് മിഠായി തരുമെന്ന് വാങ്ങിയല്ലേ? ഷാള് ഒരു 500. ഈ ക്ലിപ്പിനോ? പിന്നെ ഇതിന് 3000. പിന്നെ ഇത് ഡയമണ്ട്. നോക്കട്ടെ ഡയമണ്ട്. ചെരുപ്പുണ്ടോ? ചെരുപ്പുണ്ടോ? നീ ജിഷ്ണ പിന്നെ ഈ മേക്കപ്പ് കഴിഞ്ഞില്ലാടോ മേക്കപ്പ്. നോക്കട്ടെ ആ ബ്ലഷ് കാണിച്ചെടുത്താ. ഇനി വേണം ഇനി വേണം. അതൊക്കെ പാട് 500. ടോട്ടൽ 650, 450, 1050. 1500. ഈ റിസ്വാന്റെ മെയിൻ ഷർട്ട് 790. പാന്റ് 600. അല്ല ഇതെന്താ റിസ്വാനെ? അത് ചെറിയ കുട്ടിയല്ലോ. സ്പെക്സ് 1590. ഫോണ് ഫോണ് ഫോൺ 24,900. എന്താണോ ശരിയാ? അപ്പൊ ഈ അത്രയും മൂല്യമുള്ള ഒരാളാണല്ലേ? എന്റെ ചോദിച്ച കീർത്തനെ ചോദിച്ചില്ല. കീർത്തനെ ചോദിച്ചില്ല. ഇവിടെ ഐഫോണിലാണ്. ഇന്റർവ്യൂ ആ പറയും എന്താ പറയണ്ടേ? 1000. ആ മോൻ പറഞ്ഞു 500 കുറച്ചാൽ മതി പറഞ്ഞോ. ആ പറയും ഇതിന് 900. ആ ഇതിന് 100. പിന്നെ ഇതിന് 40. ഇതിന് 50. പിന്നെ അതാണ് അതിന് 1,30,000. ഞാൻ പറയാം 1,30,000. 1,00,000 മൈനസ് ചെയ്യാം. 30,000 രൂപ. ആ അട്ടേട്ടെ നമ്മൾ തിരിച്ച് അങ്ങനെ അനുശ്രീയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മള് വണ്ടൂര് ടൗൺ സ്ക്വയറിലേക്ക് പോകാനുള്ള പരിപാടി കേട്ടോ. കൂടെ ജയന്തു ഉണ്ട്. ജയന്തു പോലെ അപ്പോ സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ ട്രിവാൻഡ്രത്ത് നേരെ ഇങ്ങോട്ട് ഇതിനായിട്ട് വന്നല്ലേ. അപ്പം ഉറക്കൊന്നും അധികം കിട്ടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വന്നപ്പോ കുറച്ചേരം അവിടെ ഗ്യാപ്പ് കിട്ടിയപ്പോ അവിടെ കുറച്ചേരം കടവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിട്ട്. എന്താ പരിപാടി? ഇല്ല, ഫുഡൊക്കെ കഴിച്ച ഒരു പരിപാടി ഇല്ല, മടങ്ങാൻ പോവാം. നമ്മളിനി ടൗൺ സ്ക്വയറിലേക്ക്. ടൗൺ സ്ക്വയറിലേക്ക് വരുന്ന ഓക്കെ അല്ലേ? കുറച്ച് എനർജി ആയില്ലേ കൃഷ്ണ? സെറ്റല്ലേ? നമ്മളിനി എവിടെ പോകണം? ഇതാണ്ടോ അനുശ്രീയുടെ ആദ്യത്തെ വീട്, അവരെ നിന്ന തറവാട്. അനുശ്രീ ഈ വീടിനെ കുറിച്ചൊരു 2 വാക്ക്. എന്താണ്
ഇവിടെ ഈ വീട് ഈ വീടോ? ഈ വീട് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അതെ അല്ല ഇത് നിങ്ങൾ ഇപ്പൊ തറവാടല്ലേ തറവാട് ഏതാ മനസ്സിൽ തറവാടപ്പൊ ഏതോ ഇതല്ലേ ഇപ്പൊ ഗൈസ് ഞാനവിടെ കാറൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മളെങ്ങോട്ട് പോണ മനസ്സിൽ ടൗൺ സ്ക്വയർ. ഇവർക്ക് ഫോട്ടോ എടുക്കണം. അപ്പൊ ഞങ്ങൾ ടൗൺ സ്ക്വയർ വരെ പോയിട്ട് വരാം. ശരി ഇവർക്കോ ആ ബാഗ് വെച്ചോ. ഓക്കെ ഇപ്പൊ മിക്കവാറും അങ്ങനെ നമ്മളിപ്പോ ടൗൺ സ്ക്വയർ പാർക്കിങ്ങിലെത്തി. ഇതങ്ങനെ പോയേക്കാം. നമ്മളിവിടുന്ന് ചെറിയൊരു പ്രോഗ്രാം ചെയ്യാന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോ ടൗൺ സ്ക്വയറിൽ എത്തിക്കാണ് അല്ലേ ഐഷ? വലിയ പരിപാടിക്കാണ് എന്നൊക്കെ പക്ഷെ ആർക്കും അറിയില്ലല്ലോ ഇപ്പൊ ഇത്. ടൗൺ സ്ക്വയർ നമ്മുടെ വണ്ടൂരിലുള്ള ചെറിയ പാർക്കാണ്. കൊള്ളാം. കൃഷ്ണൻ എന്താ പറഞ്ഞേ? ഇല്ലടി ആ ഒരു വൈബിലെത്തില്ലേ ഇത്? ചെറുതായിട്ടില്ലേ കൃഷ്ണൻ? അങ്ങോട്ട് നോക്കേ. കീർത്തന എന്താ പറയാനുള്ളത് ടൗൺ സ്ക്വയറിനെ പറ്റി? നല്ലതാണല്ലേ. നമ്മളെ അവിടുത്തെ ഒരു കനകുന്നൊക്കെ പറയാല്ലേ, കപ്പിൾ സ്പോട്ടാണല്ലേ. പക്ഷെ ഇല്ലടാ ഫാമിലി ഉണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലീസ് ഉണ്ടാവും ഞായറാഴ്ച സാറ്റർഡേ. നമ്മുടെ സിറ്റിയിലുള്ള ഒരു പാർക്കാട്ടോ. അത്യാവശ്യം പ്രകൃതി രമണീയമായ എന്താ ഇങ്ങ പറയണത്? ഇങ്ങോട്ട് ഈ ക്യാമറ നോക്കി വല്ലതും പറ. അത് വിചാരിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവരോടും. അല്ല ഞാൻ ഇവിടെ ഇരുന്നാണ്ട് ഒരു ഫോട്ടോ എടുക്കാം. വെളിച്ചം പോണതിന്റെ മുന്നേ എല്ലാരും ഗ്രൂപ്പ് എടുക്കണ്ടോ? ഒരാൾ ഡിക്റ്റ് ആ മറ്റേ പെണ്ണിനെ കാണില്ല കേട്ടോ.